കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ എ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്ന ബോണ്ടാണെന്ത്? കോവാലന്റ് ബോണ്ട്. എ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സംഭവിക്കാൻ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജനും ഹീലിയവും അല്ലാത്ത കേസുകളിലൊക്കെ ഔട്ടർ മോസ്റ്റ് 8 ഇലക്ട്രോൺ തികയുമ്പോഴാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഹൈഡ്രജൻ്റെ കേസിൽ സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഇലക്ട്രോൺ മതി. ബാക്കിയുള്ള കേസിലൊക്കെ 8 ഇലക്ട്രോൺ തികയാന്നുള്ളതാണ് ബോണ്ടിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കോവാലന്റ് ബോണ്ട് ഫസ്റ്റ് നമ്മൾ കേസ് എടുക്കുകയാണ്. ഹൈഡ്രജൻ മോളിക്യൂൾ H2 നോക്കാം. 2 ഹൈഡ്രജൻ ആറ്റം എടുത്തു. ഹൈഡ്രജൻ നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. സോ കോൺഫിഗറേഷൻ 1, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അത് ലൂയിസ് സിമ്പൽ അനുസരിച്ച് ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോണിനെ ക്രോസ് ആയിട്ട് കാണിച്ചു. അതേപോലെ തന്നെ ഈ ഹൈഡ്രജനിലും ഔട്ടർ മോസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, നമ്മളതിനെ ഡോട്ടായിട്ട് കാണിച്ചു. ജസ്റ്റ് ആരുടെയൊക്കെ ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ക്രോസും ഡോട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. ഇതിനിവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒന്നിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുക. മ്യൂച്വൽ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവിടേക്കും ഒരു ഇലക്ട്രോണിനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോണിനെ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അതാണ് മ്യൂച്വൽ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നോക്ക്, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ അതിൻ്റേതായിട്ടൊന്നുണ്ട്. പിന്നെന്ത് ചെയ്യാം? ഇതിൽ നിന്നും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അവിടെ നിലവിൽ എത്രയായി? 2 ഇലക്ട്രോണായി. അത് സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഈ റൗണ്ട് നിങ്ങൾ നോക്കിയാൽ ഈ ഹൈഡ്രജൻ്റെ പിന്നാലെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1, 2, 2 ഇലക്ട്രോൺ. ദിസ് ഹൈഡ്രജൻ ഈസ് സ്റ്റേബിൾ. അതേപോലെ തന്നെ ഈ ഹൈഡ്രജനിൽ എന്തുണ്ടാവും? 1, 2, 2 ഇലക്ട്രോൺ. ഈ ഹൈഡ്രജനും സ്റ്റേബിളായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ ഷെയറിങ്ങിൽ പങ്കെടുത്തു? എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ? രണ്ടാളുടെയും കൂടെ ഇലക്ട്രോണിനെയാണ് നമ്മൾ നോക്കുക. എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയറിങ്ങിൽ പങ്കെടുത്തു? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടായിരിക്കും. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. സോ ഹൈഡ്രജൻ ബോണ്ട് ഈസ് സിംഗിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. O2 നമുക്ക് 2 ഓക്സിജൻ എടുക്കുകയാണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8, കോൺഫിഗറേഷൻ 2, 6. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 6 വരും. 6 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 6 ഇലക്ട്രോണിനെ നമ്മൾ വരക്കാം. 2, 4, 6. ഈ ഓക്സിജൻ അതേപോലെ തന്നെ 6 ഇലക്ട്രോണിനെ കൊടുക്കാം. 6. ഈ ഓക്സിജനിൽ ഇപ്പോൾ 6 ഇലക്ട്രോൺ ആണുള്ളത്. സ്റ്റേബിൾ ആവണം. അപ്പോൾ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം. എവിടുന്ന 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാം? അല്ലെങ്കിൽ 2 ഇലക്ട്രോണെ ഷെയർ ചെയ്താലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇലക്ട്രോൺ ഇങ്ങനെ ഷെയർ ചെയ്തു. 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. ഇപ്പോൾ ഈ ഓക്സിജൻ്റെ അടുത്ത് എത്ര ഇലക്ട്രോണായി? 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ സ്റ്റേബിളായി. ഇനി ആ ഓക്സിജൻ എടുക്കുക. അതും എന്ത് സംഭവിക്കുന്നു? ഇതേപോലെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ചെയ്യാം. അപ്പോൾ 2, 4, 6 ഇതൊക്കെ ഈ ഓക്സിജൻ്റെ സ്വന്തം ഇലക്ട്രോണാണ്. ഇനി ഈ 2 എണ്ണത്തെയും കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ 8 ഇലക്ട്രോൺ ഉണ്ട്.
ഇതും 8 ഇലക്ട്രോൺ ഉണ്ട്. അതായത് ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്തു, സ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ് ഈ ബോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോണ്ടിങ്ങിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യപ്പെട്ടു? എത്ര പെയർ ഓഫ് ഇലക്ട്രോണാണ്? ഇതൊരു പെയർ, ഇതൊരു പെയർ. അപ്പോൾ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഡബിൾ ബോണ്ട്. സോ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. N2. N2 എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ എടുത്തു. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7. നൈട്രജൻ 7. സോ കോൺഫിഗറേഷൻ 2 5. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5 ഇലക്ട്രോൺ. അപ്പോൾ നമ്മളിത് വരക്കുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 5 ഇലക്ട്രോൺ ആണെങ്കിൽ സ്റ്റേബിൾ ആവാൻ 8 എണ്ണം വേണം. അപ്പോൾ ഒരു 3 എണ്ണത്തെ നമ്മളിങ്ങോട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ 3 ഇലക്ട്രോൺ ഒന്നിച്ച് വരക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 2 3 4 5. സിമിലർലി 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, നൈട്രജൻ ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ട്. 3 എണ്ണം കൂടെ കിട്ടിയാൽ സ്റ്റേബിൾ ആവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 എണ്ണം ഇങ്ങനെ ഷെയർ ചെയ്തു. കിട്ടുക എന്ന് പറഞ്ഞാൽ മുഴുവൻ വാങ്ങുക എന്നുള്ളതല്ല, ഷെയർ ചെയ്യപ്പെടുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ നൈട്രജൻ അതേപോലെ തന്നെ 1 2 3 4 5 5 ഇലക്ട്രോൺ സ്വന്തമായിട്ടുണ്ട്. ഒരു 3 എണ്ണം ഈ ഇപ്പുറത്തെ നൈട്രജൻ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയറിങ്ങിൽ പങ്കെടുത്തു? 1 2 3. 3 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയറിങ്ങിൽ പങ്കെടുത്തു. സോ നൈട്രജൻ ബോണ്ട് ഏതായിരിക്കും? നൈട്രജൻ ബോണ്ട് ഏതായിരിക്കും? N ട്രിപ്പിൾ ബോണ്ട് N. ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു കോമ്പൗണ്ട് കൂടെ നോക്കാം. CH4, മീഥൈൻ, CH4. അപ്പോൾ നമുക്കറിയാം, ഒരു കാർബൺ, 4 ഹൈഡ്രജൻ. ആദ്യം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, കോൺഫിഗറേഷൻ 2 4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഏറ്റവും പുറത്തുള്ളത്. അപ്പോൾ നമ്മൾ ആ 4 ഇലക്ട്രോണിനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. 1 2 ലൂയിസ് സിമ്പിൾ അനുസരിച്ച് കാണിക്കാം. 4 ഇലക്ട്രോൺ. ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ആണുള്ളത്. അത് നമ്മൾ കാണിക്കുക 1 1. ഇനി നമ്മൾ ആദ്യം ഈ ഹൈഡ്രജനുകൾ സ്റ്റേബിൾ ആക്കാം. ഹൈഡ്രജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? ഓൺലി 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഹൈഡ്രജൻ അതിന് സ്വന്തമായിട്ടൊരു ഇലക്ട്രോൺ ഉണ്ട്. കാർബണിൽ നിന്നുള്ള ഇലക്ട്രോണിനെയും കൂടെ അതങ്ങോട്ട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഹൈഡ്രജനും ഷെയറിങ് സംഭവിക്കും. ഓക്കെ, അപ്പം ഇനി കാർബൺ സ്റ്റേബിൾ ആവണം, എന്ത് ചെയ്യണം? ഓരോ ഹൈഡ്രജനിലേക്കും കാർബൺ ഓരോ ഇലക്ട്രോണെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഹൈഡ്രജനിൽ നിന്നും ഓരോ ഇലക്ട്രോൺ ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ എടുത്തു, ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ, ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ, ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ. ആ ടോട്ടലി കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺ ആയിട്ട് മാറി? 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അപ്പോൾ അതും സ്റ്റേബിളായി. അപ്പം ഇനി നോക്ക്, ഈ കാർബണും ഈ ഹൈഡ്രജനും തമ്മിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്? ഈ കാർബണും ഈ ഹൈഡ്രജനും തമ്മിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതും 1 പെയർ ഓഫ് ഇലക്ട്രോൺ. ഹിയർ ആൾസോ 1 പെയർ ഓഫ് ഇലക്ട്രോൺ, 1 പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ CH4 ബോണ്ടിങ് എങ്ങനെയാണ് സംഭവിക്കുക? C സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ
എല്ലാ ഭാഗത്തേക്കും സിംഗിൾ ബോണ്ട് ഹൈഡ്രജനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് CH4 എന്നുള്ള കോമ്പൗണ്ട് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഇനി ചില മോളിക്യൂളുകൾ ഈ ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ഒബേ ചെയ്യാത്ത മോളിക്യൂളുകൾ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു കോമ്പൗണ്ട് നോക്കാം, BF3. BF3 എന്ന് പറയുമ്പോൾ ഇതിനെ സെൻട്രൽ ആറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മോളിക്യൂൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും, ഒരെണ്ണമായിട്ട് നിൽക്കുന്നത്, അതാണ് സെൻട്രൽ എലമെൻ്റ് അല്ലെങ്കിൽ സെൻട്രൽ ആറ്റം എന്നൊക്കെ പറയാം. അപ്പോൾ ബോറോൺ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം, നമ്മളതെടുത്തു. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 5. ബോറോൺ atomic number 5. So configuration 2 3. atomic number 5 ആണ്. So configuration 2 3. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 3. ആ 3 ഇലക്ട്രോൺ നമ്മളിങ്ങനെ കാണിച്ചു. 1 2 3. തൽക്കാലം നമുക്ക് ഈ ലെവലിലേക്ക് തന്നെ കാണിക്കാം. ഇങ്ങനെ കാണിക്കാം, അതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ തന്നെ ആയിക്കോട്ടെ. BF3 3 ഇലക്ട്രോണിനെ കാണിച്ചു, ബിയിലെ 3 ഇലക്ട്രോൺ. ഇനി 3 ഫ്ലോറിനുമായിട്ടാണ് ബോണ്ടിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്ലോറിൻ കൊടുക്കാം. ഇവിടേക്കൊരു ഫ്ലോറിൻ. നമുക്കറിയാം ഫ്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ടാവുക, കാരണം ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഈ 7 ഇലക്ട്രോൺ അത് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. അതേപോലെ ഇവിടുത്തെ 7 ഇലക്ട്രോൺ ആണുള്ളത്, സ്റ്റേബിൾ ആവണമെങ്കിൽ ഇതിലത്തെ 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. സിമിലർലി ഇവിടെയും സംഭവിക്കുക അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്ലോറിൻ്റെ കേസ് സ്റ്റേബിളായിട്ട് മാറും. ബട്ട് ബോറോണിൻ്റെ കേസ് എടുക്കുമ്പോഴോ, ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉള്ളത്? നമുക്ക് ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ. ആ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് നമുക്കുള്ളത് ഈ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 1 2 ഇലക്ട്രോൺ. ഈ ബോണ്ട് 2 ഇലക്ട്രോൺ, ഈ ബോണ്ട് 2 ഇലക്ട്രോൺ. ആ ടോട്ടൽ 6 ഇലക്ട്രോൺ മാത്രമേ അവിടെ ഉള്ളൂ. 8 ഇലക്ട്രോൺ വരുമ്പോഴാണ് നമ്മൾ സ്റ്റേബിൾ ആവുക, ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ BF3 എന്നുള്ള കോമ്പൗണ്ട് എടുക്കുമ്പോൾ ബോറോൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് 6 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതായത് 8 ഇലക്ട്രോണിൽ താഴെയാണുള്ളത്. അത്തരത്തിലുള്ള 8 ഇലക്ട്രോണിൽ താഴെ വരുന്ന ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ടുകളെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ അവരെ അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾ എന്നും വിളിക്കാം. അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾ, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് ഓർ അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ BF3, അതേപോലെ തന്നെ BeCl2, അതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാം. BeCl2 എങ്ങനെ? BeCl2 എക്സാമ്പിളായിട്ട് വരിക, Be ബെറിലിയം, അറ്റോമിക് നമ്പർ 4, കോൺഫിഗറേഷൻ 2 2. ഓക്കെ, കോൺഫിഗറേഷൻ എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? 2 2. അപ്പോൾ ഔട്ടർ മോസ്റ്റ് 2 ഇലക്ട്രോൺ നമ്മളിങ്ങനെ കൊടുത്തു. Cl2 നമ്മളെന്ത് ചെയ്യുക? ഇവിടെ ഒരു ക്ലോറിൻ, ഹിയർ ഓൾസോ
1 ക്ലോറിൻ BeCl2. അങ്ങനെ BeCl2 എന്നുള്ള കേസ് വരുമ്പോൾ ബോണ്ടിങ്ങിൻ്റെ ഭാഗമായി ക്ലോറിൻ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യപ്പെടും. ബട്ട് ബെറിലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോണാണുള്ളത്? ബെറിലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് 2 സിംഗിൾ ബോണ്ടുകളാണ്. 2 ബോണ്ട് എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോണേ ഉണ്ടായിരിക്കുള്ളൂ. 2 ബോണ്ട് എന്ന് പറയുമ്പോൾ ഓൺലി 4 ഇലക്ട്രോൺ. 8 ഇലക്ട്രോണിൻ്റെ താഴെയാണ് സംഭവിക്കുന്നത്. 8 ഇലക്ട്രോണിൽ താഴെയാണെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കാം? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് ഓർ അണ്ടർ ഒക്റ്ററ്റ് മോളിക്യൂൾസ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് ഓർ അണ്ടർ ഒക്റ്ററ്റ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. PCl5 ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്. PCl5 സെൻട്രൽ ആറ്റം ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരിക? ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15. ഫോസ്ഫറസ് 15. കോൺഫിഗറേഷൻ 285. അങ്ങനെ വരുമ്പോൾ 5 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഉണ്ട്. നമ്മൾ 5 ഇലക്ട്രോണിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 1, 2, 3, 4, 5 ഇലക്ട്രോൺ. വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ ഒന്നിവിടെയും കൊടുത്തു. 5 ഇലക്ട്രോൺ. 5 ക്ലോറിനുമായിട്ടാണ് കൂടിച്ചേരുക. നമുക്കറിയാം ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. ഓക്കെ, ക്ലോറിൻ 17, 287. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലോറിൻ വരക്കാം. ക്ലോറിൻ്റെ കൂടെ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഇലക്ട്രോൺ. ദിസ് ക്ലോറിൻ also 7 ഇലക്ട്രോൺ. സെവൻ ഇലക്ട്രോൺസ്. ഓക്കെ, നമ്മൾ ആദ്യം ക്ലോറിന് സ്റ്റെബിലിറ്റി വേണം. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ട്. ഫോസ്ഫറസിൽ നിന്ന് 1 വാങ്ങിക്കഴിഞ്ഞാൽ 8 സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ക്ലോറിൻ എന്ത് ചെയ്തു? ഇതിൽ നിന്നുള്ള ഇലക്ട്രോണെ വാങ്ങി സ്റ്റേബിളായിട്ട് മാറി. ഈ ക്ലോറിൻ ഇതുമായിട്ട് ഷെയറിങ് സംഭവിച്ചു, സ്റ്റേബിൾ. സ്റ്റേബിളായിട്ട് മാറി. ഇനി ഫോസ്ഫറസ് എന്ത് ചെയ്യണം? ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേ രൂപത്തിൽ ഒരു ഇലക്ട്രോണിനെ തന്നെ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷെയർ ചെയ്യണം. അതാണ് മ്യൂച്വൽ ഷെയറിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ എടുത്തു, ഇതിലത്തെ ഒരു ഇലക്ട്രോൺ എടുത്തു, ഇങ്ങനെ വന്നപ്പോൾ ഫോസ്ഫറസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ എത്ര ഇലക്ട്രോണായി? 2, 4, 6, 8, 10 ഇലക്ട്രോൺ. 10 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 8 ഇലക്ട്രോണായി. 8 ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവരെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ്. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ്, ഇലക്ട്രോൺ അധികമുള്ള കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്. സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്, ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ഓർ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ് എന്ന് വിളിക്കാം. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് ഓർ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾ. നമുക്ക് ഇതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിളായിട്ട് നമുക്ക് SF6 എങ്ങനെയാണ് വരക്കുക എന്നുള്ളത് നോക്കാം. SF6
SF6 central element sulfur, atomic number 16, configuration 286. So outermost electron 6, a sulfur, outermost electron 6, 1 2 3 4 5 6. 6 ഫ്ലോറിനുമായിട്ടാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 9, കോൺഫിഗറേഷൻ 2 7. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ 7 ഇലക്ട്രോൺ. നമ്മൾ ഫ്ലോറിൻ വരയ്ക്കുകയാണ്. സെവൻ ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ വരക്കണില്ല. 7 ഇലക്ട്രോണുള്ള ഫ്ലോറിൻ സ്റ്റേബിൾ ആവാൻ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയറിങ്ങിൽ ഏർപ്പെടും. അങ്ങനെ 8 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, വരക്കാം, എന്നാലേ ക്ലിയർ ആവുണ്ടാവുള്ളൂ. 7 + 1 ഇവിടെ ഇപ്പോൾ 8 ഇലക്ട്രോൺ ആയിട്ട് മാറും. സിമിലർലി ഈ ഫ്ലോറിനും 8 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഫ്ലോറിൻ ഒക്കെ 8 ഇലക്ട്രോണായി സ്റ്റേബിളായിട്ട് മാറി. ഇവിടുത്തെ സെൻട്രൽ എലമെൻ്റായ സൾഫറിൻ്റെ കേസ് എടുത്താലോ, സൾഫർ ഓരോ ഫ്ലോറിനിലേക്കും, അതായത് 6 ഫ്ലോറിനിലേക്കും ഓരോ ഇലക്ട്രോണ് ഷെയറിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഫ്ലോറിൽ നിന്നും ഓരോ ഇലക്ട്രോണിന് ഷെയറിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വാങ്ങും വേണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻ സൾഫർ എത്രയായിട്ട് മാറും? നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒന്നെടുത്തു, 1 2 3 4 5 അങ്ങനെ വന്നു. ഇപ്പോൾ സൾഫറിൻ്റെ 6 ഇലക്ട്രോണും ഓരോ ഫ്ലോറിൽ നിന്നും ഓരോ ഇലക്ട്രോണും കൂടെയാണ് ഇപ്പോൾ ബോണ്ടിങ്ങിലുള്ളത്. ആ ടോട്ടൽ ഇവിടെ 12 ഇലക്ട്രോണായി, 12 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അങ്ങനെ 8 ഇലക്ട്രോണിലധികമാണ് SF6 സൾഫറിൽ കാണപ്പെടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ബോണ്ട് നമ്മൾ എന്തെന്നാണ് വിളിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്, അതായത് സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾ എന്നാണ് വിളിക്കുക. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ഓർ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊവാലൻ്റ് ബോണ്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചത്, കൊവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. അവിടെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരേ എലമെൻറ്റുകൾ തമ്മിലുണ്ടാകാം, ഡിഫറെൻ്റ് എലമെൻറ്റുകൾ തമ്മിലൊക്കെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാം. ചില കേസുകളിൽ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യണില്ല. ഒക്ടറ്റ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔട്ടർമോസ്റ്റ് 8 ഇലക്ട്രോൺ തികയാന്നുള്ളതാണ്. അത്തരം ഒബേ ചെയ്യാത്ത കേസുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 8 ഇലക്ട്രോണിൽ താഴെ മാത്രം ഇലക്ട്രോൺ ഉള്ളവരെ പേര് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് എന്നും, 8ൽ കൂടുതൽ ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവർ ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ടുകൾ എന്നും വിളിക്കാം. ഓക്കെ, ഇപ്പോൾ കൊവാലൻ്റ് ബോണ്ട് എന്നുള്ള ഭാഗം ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട്. മൂന്നാമത്തെ ടൈപ്പാണ്
കോഓർഡിനേറ്റ് ബോണ്ട് ഓർ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, എന്തായിരിക്കും കോവാലന്റ് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം? കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോണാണ് ആവശ്യം. അത് ഒരു ഇലക്ട്രോൺ ഒരു എലമെൻറ്റിൻ്റേതും മറ്റൊരു ഇലക്ട്രോൺ രണ്ടാമത്തെ എലമെൻറ്റിൻ്റേതുമാണ്. ആ ലെവലിലാണ് നമ്മളിപ്പോൾ കോവാലന്റ് ബോണ്ടിൽ പഠിച്ചിട്ടുള്ളത്. കാരണം ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു എലമെൻറ്റിൽ നിന്നും അടുത്ത ഇലക്ട്രോൺ രണ്ടാമത്തെ എലമെൻറ്റിൽ നിന്നും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കോവാലന്റ് ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളത്. ബട്ട് ഇവിടെ കോഓർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ഒരൊറ്റ എലമെൻ്റ് ആയിരിക്കും. ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ആരായിരിക്കും? ഒരൊറ്റ എലമെൻ്റ് ആയിരിക്കും ആ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത്. അതാണ് ഇതിനെ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതാണ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ തന്നെയാണ് സംഭവിക്കുക. ബട്ട് ആ ബോണ്ടിന് ആവശ്യമായ 2 ഇലക്ട്രോണും ആരുടേതാണ്? ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റേതായിരിക്കും. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ NH3 പ്ലസ് H+, ഇത് രണ്ടാളും കൂടെ കൂടിച്ചേരാണ്. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ, H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺ. ഇനി NH3യുടെ കേസിലേക്ക് നോക്കാം. NH3 നൈട്രജൻ, അറ്റോമിക് നമ്പർ 7, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7. അപ്പോൾ കോൺഫിഗറേഷൻ എത്രയാണ്? 2, 5. നോക്കാം. നൈട്രജൻ അറ്റോമിക് നമ്പർ 7, കോൺഫിഗറേഷൻ 2, 5. അപ്പോൾ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് 5 ഇലക്ട്രോൺ ഉണ്ട്. അതിലത്തെ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്ക് ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്ക് ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. മൂന്നാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്കും ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. അപ്പോൾ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്ത 2 ഇലക്ട്രോൺ ഇനിയും ബാക്കിയുണ്ട്. അതല്ല അതിൻ്റെ മീനിങ്. 5 ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് ഉള്ളത്. ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ബാക്കി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 ഇലക്ട്രോൺ നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇലക്ട്രോൺ ഇങ്ങനെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. എന്താ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ബോണ്ടിങ്ങിന് പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് വിളിക്കും. ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ വിച്ച് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് ഈസ് കോൾഡ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. The outermost electron which take part in bond forming അല്ലെങ്കിൽ കെമിക്കൽ കോമ്പിനേഷൻ, അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ബോണ്ട് പെയർ ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ ഉണ്ടാവും. ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് ഈസ് കോൾഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. is called lone pair of electrons. അപ്പോൾ ലോൺ പെയറും ബോണ്ട് പെയറും നമ്മൾ പഠിച്ചു. ബോണ്ട് പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ. ദ ഇലക്ട്രോൺ വിച്ച് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ബോണ്ട് ഫോർമേഷൻ ഈസ് കോൾഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? NH3യുടെ കേസിൽ നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി നോക്ക് H+, ഹൈഡ്രജൻ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. H+ എന്ന് പറഞ്ഞാലോ ആ ഒരു ഇലക്ട്രോണും കൂടെ ലോസ് ചെയ്തു, അപ്പോഴാണ് പ്ലസ് ചാർജ് കിട്ടുക. അപ്പോൾ ഹൈഡ്രജനിൽ ഇപ്പോൾ 0 ഇലക്ട്രോൺ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ലോൺ പെയറും
3 ബോണ്ട് പെയർ ഇലക്ട്രോണുകളും. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം, 3 ബോണ്ട് ഇലക്ട്രോൺ എന്നല്ല പറയുക, ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണ്ട് ഫോം ചെയ്ത 2 ഇലക്ട്രോണും ഈ 2 എലമെൻറ്റിനും ഉള്ളതാണ്. അപ്പോൾ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുമാണ് NH3-യിലുള്ളത്. ഇനി നമുക്ക് ഇവർ 2 ആളും തമ്മിൽ കൂടിച്ചേരണം. കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുക? NH3-യും H+ കൂടെ കൂടിയാൽ എന്ത് കിട്ടും? NH3-യും H+ കൂടിയാൽ എന്ത് കിട്ടണം? ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടും. NH3-യും H+ കൂടെ ഇങ്ങനെ കൂടിച്ചേരും. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ പേരെന്താണ്? NH4+ എന്നാണ് കിട്ടുക. NH4+. NH4+ നമ്മൾ വിളിക്കുക അമോണിയം അയോൺ എന്ന് വിളിക്കും. NH4+ ആണ് അമോണിയം അയോൺ. NH4+ അമോണിയം അയോൺ. അപ്പോൾ ഇനി നോക്ക്, ഇവിടെ ഒരു ബോണ്ട് വേണം. ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺസ്. ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. ആ 2 ഇലക്ട്രോണേയും കൊടുത്തത് ഇവിടെ ആരാണ്? നൈട്രജൻ. കാരണം നൈട്രജൻ്റെ അടുത്ത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ വെറുതെ ഇരിക്കുന്നുണ്ട്. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ലോൺ പെയർ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഉപയോഗിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ബോണ്ട് ഉണ്ടാവാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും ഡൊണേറ്റ് ചെയ്തത് ഒരൊറ്റ എലമെൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോണ്ടിങ്ങിനെയാണ് നമ്മൾ കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് എന്ന് വിളിക്കുക. കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്. അതായത് ഒരു ബോണ്ട് ഉണ്ടാവാൻ ആവശ്യമായ 2 ഇലക്ട്രോണേയും കൊടുക്കുന്നത് ഒരു സിംഗിൾ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പേരാണെന്ത്? കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നൈട്രജൻ, ഇപ്പോൾ NH3 എന്ന് എഴുതിയാലും ഇലക്ട്രോൺ പോയത് നൈട്രജൻ എന്നാണ്. നമുക്ക് ആ Hൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ വരുമ്പോൾ ഈ ലെവലിലേക്കൊക്കെയാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആരാണോ ഇലക്ട്രോണെ കൊടുത്തത്, ഇപ്പോൾ ഇയാളാണ് ഇലക്ട്രോണെ കൊടുത്തത്. അപ്പോൾ ഇലക്ട്രോണെ കൊടുത്ത ഭാഗത്തു നിന്ന് വാങ്ങിയ ഭാഗത്തേക്ക് ഒരു ആരോ മാർക്ക് ഇങ്ങനെ കാണിക്കും. ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്ത ഭാഗത്തു നിന്ന് അക്സെപ്റ്റ് ചെയ്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ആരോ മാർക്ക് കാണിക്കും. ഈ കോർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ടിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളെ ഡോണർ ആറ്റം എന്നും ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നതിനെ അക്സെപ്റ്റർ ആറ്റം എന്നുമാണ് വിളിക്കുക. ഡോണർ ആറ്റവും അക്സെപ്റ്റർ ആറ്റവും. ഡോണർ ആറ്റം ആൻഡ് അക്സെപ്റ്റർ ആറ്റം. അപ്പോൾ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നത് നൈട്രജൻ. സോ നൈട്രജൻ ഈസ് ഡോണർ ആറ്റം. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്തത് ഹൈഡ്രജൻ അല്ലെങ്കിൽ H+, ഹൈഡ്രജൻ അയോൺ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് അക്സെപ്റ്റർ ആറ്റം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുക? കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ കോർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ഒരൊറ്റ എലമെൻ്റ് ആയിരിക്കും. അതായത് ബോണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ 2 ആറ്റംസ് ബൈ ഷെയറിംഗ് ഓഫ് 2 ഇലക്ട്രോൺസ്, both of which have been provided by only one of them is called coordinate covalent bond. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടി എടുത്തിട്ട് ബോണ്ടിങ് എന്നുള്ള ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കോംപ്ലക്സ് ആണ് NH3BF3. NH3BF3 നമുക്ക് നോക്കാം. NH3 എന്ന് എഴുതുമ്പോൾ നൈട്രജനിൽ എന്തുണ്ടാവും? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചു, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. BF3 നമുക്ക് വരച്ചു നോക്കാം. BF3 ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5, കോൺഫിഗറേഷൻ 2, 3. ഔട്ടർ മോസ്റ്റ് 3 ഇലക്ട്രോണേ ഉള്ളൂ. ഒന്ന് ഈ ഫ്ലോറിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, രണ്ടാമത്തത് ഈ ഫ്ലോറിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, പിന്നെ ഈ ഫ്ലോറിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. ഇനി അവിടെ ബാക്കി ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ ആകെ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 6 ഇലക്ട്രോൺ. അതായത് ബോറോൺ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ടാണ്. ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെപ്പോഴുള്ള ടെൻഡൻസി 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്.
NH3യുടെ കേസിലോ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അധികമായിട്ടുള്ള ഇലക്ട്രോൺ പെയർസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് NH3 BF3 അവർ തമ്മിലൊരു ബോണ്ട് വേണം. ആ ബോണ്ട് ഉണ്ടാവാൻ ആവശ്യമായ 2 ഇലക്ട്രോണെ കൊടുക്കുന്നത് ആരാണ്? നൈട്രജനാണ് കൊടുക്കുന്നത്. അപ്പോൾ നൈട്രജനിൽ നിന്ന് ബോറോണിലേക്ക് നമ്മളൊരു ആരോ മാർക്ക് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ബോണ്ടാണ് കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തത്? നൈട്രജൻ. സോ നൈട്രജൻ ഈസ് ഡോണർ ആറ്റം. ആരതിനെ അക്സെപ്റ്റ് ചെയ്തു? ബോറോൺ. സോ ബോറോൺ ഈസ് അക്സെപ്റ്റർ ആറ്റം. നൈട്രജൻ ഡോണർ ആറ്റം, ബോറോൺ അക്സെപ്റ്റർ ആറ്റം. അപ്പോൾ ഇവിടെ ഉണ്ടായ ബോണ്ടും കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്. അപ്പോൾ കെമിക്കൽ കോമ്പിനേഷൻ പ്രധാനമായിട്ടും 3 രൂപത്തിലാണ് വരിക. ഒന്ന് അയോണിക് ബോണ്ട്, ദെൻ കൊവാലൻ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്. ഓക്കെ, ക്ലിയർ?